പുറലോകം കാണാത്ത രീതിയിൽ ഇനിയെങ്കിലും ആക്കണം. കാരണം ഒരുപാട് അമ്മമാരുടെ ഉറക്കം കളഞ്ഞിട്ട് എന്താണ്, അവരെ മനസ്സമാധാനം കളഞ്ഞിട്ട് എന്താണ്. സുമതി അമ്മ, ഈ ഇയാളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ അഷ്റഫ് കൂടി പറയുന്നത് കേൾക്കുമ്പോഴാണ് ഇയാൾ എത്രത്തോളം അപകടകാരിയാണ്, എത്രത്തോളം എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണ് എന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി ഇയാളെ എന്തു ചെയ്യണം എന്നുള്ളത് നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. ഈ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഏത് സുരക്ഷാ സംവിധാനത്തെയും ഇയാൾക്ക് അതിജീവിക്കാൻ കഴിയും, അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്തു ചെയ്യും? ഇനിയെങ്കിലും ഇവനെ ഇപ്പം സാറ് പറഞ്ഞ പോലെ, അസഫ് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയട്ടെ, സാറിലാണല്ലോ അവനെ പിടിച്ചത്. സാറ് പറഞ്ഞ പോലെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ല തണ്ടും തടിയുള്ള ആരോഗ്യമുള്ള നല്ല ആൾക്കാരായിരുന്നു. അവർക്ക് തന്നെ പിടിച്ച് ഒതുങ്ങാത്ത ഒരാളാണ് ഈ ഗോവിന്ദൻ ജാമി എന്നിപ്പോൾ സാറ് പറഞ്ഞു. അപ്പം അതാ ഒരാളെ ഇതിൽ ജയിലിനുള്ളിൽ കൊണ്ടിട്ട് ഈ കണ്ണൂർ ജയിലിൽ കടന്ന് ഇവിടുന്നല്ല ഈ കേസും ബാധിച്ച് ഇത്ര ഇതായി അവിടെ കൊണ്ടിട്ട് അവിടെ ഒരു സുരക്ഷിതമില്ലാതെ ഇവൻ ഈ ജയിൽ ചാടി ഇത്രയും വലിയൊരു ജയിലെടുത്ത് മതിലെടുത്ത് ചാടണച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചില്ലറക്കാരനില്ല അല്ല എന്നുള്ളത് അപ്പം തന്നെ നമുക്ക് തീരുമാനമായില്ലേ. അപ്പം നമുക്കിത് ശരിക്കും പരിപൂർണമായി എല്ലാവർക്കും അത് മനസ്സിലായി. ഇനി ഇവനെ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും ഇവൻ പുറലോകം കാണരുത്. ഇവൻ്റെ മരണം എങ്ങനെയെങ്കിലും സ്ഥിരീകരിക്കാൻ പറ്റുമോ, അതാണ്. ഇവൻ പുറത്ത് ഇറങ്ങിയ അസർഫ് സാർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, അത് തന്നെയാണ് സംഭവിക്കുക. അവന് സ്ത്രീ, ഇങ്ങനെ കുറേ ഭക്ഷണം, അവൻ്റെ സുഖം മാത്രമേ അവൻ നോക്കണുള്ളൂ, അല്ലാതെ അവന് വേറൊന്നും വേണ്ട. ഇപ്പം അവൻ രാവിലെ ജയിലിൽ ചാടി പറഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ നെഞ്ചുരുകിയത് അവിടെയാണ്. കാരണം എത്ര അമ്മമാരിത് കേട്ടിട്ട് എന്താ രാത്രി സംഭവിക്കുക എന്നുള്ളൊരു ബേജാറ് അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സമാധാനം. ഞാൻ പറഞ്ഞില്ലേ, ഇത് കേട്ട സമയത്തും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ണൂരുള്ള ജനങ്ങൾ അവനെ പിടിക്കും. അല്ലെങ്കിൽ ഈ കോടാരക്കോടി ജനങ്ങളുടെ ഇടയിൽ അവൻ പോയി പെട്ടാലും അവനെ പിടിച്ചിരിക്കും. ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി ആയപ്പോഴത്തേനും അവിടെ ഉദ്യോഗസ്ഥന്മാരെത്തി. അവരെ കയ്യിൽ നിന്ന് പഠിച്ചിട്ട് അവരെന്നെ പിടിക്കും, അതെനിക്ക് നല്ല ഉറപ്പാണ്. നമ്മുടെ പോലീസുകാർ ഒരുപാട് പേര് നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇന്നും നമ്മളെ ഈ സമൂഹത്തിൽ. ഈ ഗോവിന്ദൻ ജാമീനിപ്പോൾ ഇത് സംഭവിച്ച സമയത്ത് എത്ര മണിക്കൂർ കൊണ്ടാണ് അവർ സൗമ്യക്ക് ഇത് പറ്റിയ സമയത്ത് അവരെ പിടിച്ചത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് ഇതായപ്പോഴും ഇപ്പം ഇതിന് ഇടയിൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇത് ഗോവിന്ദൻ ജാമി പോണ് കണ്ടിട്ട് പറഞ്ഞ് പിടിക്കാൻ സഹായിച്ച ആ കുട്ടി അതിലുണ്ട് തോന്നുന്നുണ്ട്. അവനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയണം. എന്താ വെച്ചാൽ ഇത്ര ഇതായിട്ട് പോലും ആ മനസ്സിലാ ഒരു ചിന്ത, അവൻ്റെ ഒരു ചിന്ത വന്ന കാരണം കൊണ്ടല്ലേ ആ കുട്ടിക്കൊന്ന് വിളിക്കാനും ഒന്ന് മറ്റുള്ളവരെ കൂട്ടി പ്രതികരിക്കാനും പറ്റിയത്. അത് തന്നെയാണ് ഏറ്റവും. അതുപോലെ എല്ലാവരും ഈ ഗോവിന്ദൻ ജാമീനെ ഇതാക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കും. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഇനിയെങ്കിലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഈ കണ്ണൂർ ജയിലിലെ തടവിലാണ് അവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവന് പുറലോകം കാണാത്ത രീതിയിൽ ഇനിയെങ്കിലും ആക്കണം. കാരണം ഒരുപാട് അമ്മമാരുടെ ഉറക്കം കളഞ്ഞിട്ട് എന്താണ്, അവരെ മനസ്സമാധാനം കളഞ്ഞിട്ട് എന്താണ്. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു വിചാരമേ ഉള്ളൂ, ഈ മോശപ്പെട്ട ഒരു വിചാരം മാത്രമല്ലാതെ അവന് വേറെ ഒരു വിചാരവും ഇല്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു ജന്മമാണ് അവൻ. ഞാൻ 1-2 പ്രാവശ്യം അവനെ കണ്ടിട്ടുള്ളൂ. അത് അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവനെ. അന്ന് തന്നെ അതിനെ ഇല്ലാതെയാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുക. എന്നാൽ ഇത്രയും നെഞ്ചുരുകണ്ട മനുഷ്യർ കിടന്നിട്ട് എന്തിനാ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഇത് അവിടെ ഈ പറഞ്ഞ വീട്ടിൽ ഇവൻ ഇത്രയും ദിവസം മാസങ്ങൾ ഈ ഭക്ഷണം കുറച്ച് ജയിലിൽ ചാടാനുള്ള തീരുമാനത്തിലല്ലേ നിൽക്കേണ്ടത്. ഇതൊന്നും അവിടെയുള്ള ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഉദ്യോഗസ്ഥന്മാരിതൊന്നും അറിഞ്ഞില്ലേ. ഇവൻ ഈ ചെയ്യണതൊന്നും അറിയണില്ല. ഇത്രയും ഇത് ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇതൊന്നും അറിയണില്ലേ. പറഞ്ഞോട്ട് CCTVയും കാര്യങ്ങളും എല്ലാം ഉള്ളതാ. ഇതെന്തായാലും എങ്ങനെ ഇവൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് അത് കണ്ടെത്തിയേ പറ്റൂ. ആരുടെ കയ്യിലാണ് ഈ വീഴ്ച വന്നതെന്നുള്ളത് അത് കണ്ടെത്തിയേ പറ്റൂ.